മെയിനായിട്ടൊരു കൺസേൺ പറയുന്നത് പറഞ്ഞാൽ പേരൻസിൻ്റെ ഇതിൽ എന്ന് പറയുമ്പോൾ തീരെ അവർ അറ്റൻഷൻ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. അതായത് കുട്ടികളിപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എത്രത്തോളം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, എന്താണ് അവർ കാണുന്നത്, ഇതൊന്നും പേരൻസ് അറിയണില്ല. കാരണം ഈ കുട്ടികളുടെ ഒരു ബിഹേവിയറിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പേരൻസിന്റെ പാരന്റിങ്ങിലൂടെയാണ് അത് വളർന്നു വരുന്നത്. ഇപ്പൊ ഏതൊരു ബിഹേവിയർ ആയിക്കോട്ടെ, അതുപോലെ അവൻ ചെയ്യുന്ന ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം അവരുടെ ഇതുപോലെ ഇരിക്കും. അവരവരെ കൺസേൺ ചെയ്യുന്നില്ല, അവര് നോക്കുന്നില്ല. അപ്പൊ പിന്നെ അവര് പോയി മീൻസ് അവർ അവരുടേതായ ഒരു ലോകത്തോട്ട് വരും. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ഒരു കുട്ടി എന്തൊരു പ്രശ്നം ഉണ്ടായി, അതൊരു പാരന്റിനോട് വന്ന് പറയുക വിചാരിച്ചോ. ഒരു പാരന്റ് ഫോൺ നോക്കിയിരിക്കുക, അപ്പൊ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അന്നേരം അവൻ എന്താ വിചാരിക്കുക, അവൻ അല്ലെങ്കിൽ അവൾ എന്താ വിചാരിക്കോ, പാരന്റ് ഇങ്ങനെയാണ്, പിന്നെ എനിക്കെന്തെങ്ങനെ, ഞാൻ പിന്നെ എന്തിനാ പറയാം, ഞാൻ എന്റേതായ ലോകത്തോട്ട് പോകും. അങ്ങനെ അവര് പല രീതിയിലോട്ടും പോകും. ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അവരൊരു മനസ്സ്, ഞാൻ പറഞ്ഞില്ല, അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ആ ടൈമിൽ അത്ര ആക്റ്റീവ് ആയിരിക്കും, എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മൈൻഡിലോട്ട് കയറും. പിന്നെ അവർ ആ ഒരു രീതിയിലോട്ട് ഇവോൾവ് ചെയ്ത് പോകും. ആ ഒരു ഏജിൽ നമ്മൾ പറയണ കേൾക്കാൻ ആരെങ്കിലും വേണം. അത് ബേസിക് സൈക്കോളജിയാണ്. ഒരു കൊച്ചിനുണ്ടാകുന്ന ഒരു ബേസിക് സൈക്കോളജി അത്. ഇത് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. ആ സമയത്ത് ഒരാളില്ലെങ്കിൽ ഈ കൊച്ച് വേറൊരു മീൻസിലേക്ക് പോകും. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ മാത്രമല്ല, ഔട്ട്ഡോറിലുള്ള ഫ്രണ്ട്സ്, അറിയാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പിള്ളേർ നോക്കും മാക്സിമം. എന്നാന്ന് വെച്ചാൽ ഇവരെ കേൾക്കാൻ ആരുമില്ല, കേൾക്കുന്ന ആരേലും മതി എന്നാവും. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുമായിട്ട് അത്രയും ക്ലോസ് ആയി കഴിയുമ്പോൾ അയാൾ പറയുന്ന കേൾക്കുന്ന ഒരു രീതി വരും. അതായത് ഇപ്പോൾ ഈ കൊച്ചു പറയാ, അതായത് എനിക്കിപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, അപ്പോൾ ആ ഒരു ആൾ പറയുവാണ്, അത്ര വല്ലേ ഉള്ളൂ, നീ ഇത് വലിച്ചാൽ ശരിയായിക്കോളും, നീ ഇത് കുടിച്ചാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനിപ്പുലേറ്റഡ് ആവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആ ഒരു പുള്ളി പറയണ കേൾക്കാനുള്ള മൈൻഡ് സെറ്റേ ഉള്ളൂ ആ കൊച്ചിന്. ഇതിൽ ചെയ്ത് നോക്കി എങ്ങനെ ശരിയായാലോ. അപ്പൊ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട വരില്ലല്ലോ. അത് വർക്ക് ചെയ്യും. കുറച്ച് നേരത്തേക്കാണെങ്കിലും അത് വർക്ക് ചെയ്യും. അതോടുകൂടി ആ കൊച്ചിന്റെ ജീവിതം പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആവറേജ് ഒരു കുട്ടി, നമ്മൾ ഇൻഡോർ ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ആവറേജ് ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലുള്ള ഒരു ആവറേജ് കുട്ടി നമ്മൾ എടുക്കുകയാണ്. ആ കുട്ടി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട്, സ്കൂളിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടി എന്താ കാണുന്നത്, അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ട്, നമ്മൾ പണ്ടത്തെ കാര്യം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ജോലിക്ക് പോയി തിരിച്ച് വന്നിട്ട് അവരെന്ത് ചെയ്യണം, അവരെ വർക്ക് പ്രഷറും എല്ലാം കഴിഞ്ഞിട്ട് അവരാകെ ഒരുമാതിരി ഇരിക്കുമ്പോൾ അവർക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവർ മൊബൈൽ യൂസ് ചെയ്യുമോ, അവർ മൊബൈൽ യൂസ് ചെയ്ത് ഇതാക്കും. അതുപോലെ തന്നെ ഫുഡ് വല്ലതുണ്ടെങ്കിൽ ഓർഡർ ചെയ്യും. അങ്ങനെ ആ ഒരു ഇതില്ല. നേരെ പിടിച്ച് നമ്മളെ ചൈൽഡ് ഫുഡ് എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ എന്തെങ്കിലും നല്ല പലഹാരം ഉണ്ടാക്കിയിട്ട്. സത്യം നമ്മള് എന്തൊക്കെ ഉണ്ടായിന്ന് പറയാൻ കേൾക്കുക, അങ്ങനെ ഒരു വിതുമ്പിരിക്കുന്ന ഒരു. എനിക്ക് ഒരു ഓർമ്മ, ഞാൻ ചെറിയൊരു ഓർമ്മ പങ്കുവെക്കുക. അതായത് ഞാൻ തിരിച്ച് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു യാത്രയിൽ, അതായത് ആ സ്കൂൾ ബസ്സിൽ പോകുന്ന യാത്രയിൽ അങ്ങനെ ആലോചിക്കും, ഇന്ന് വൈകുന്നേരം എന്താവും ഭക്ഷണം, ആ ഭക്ഷണം വൈകുന്നേരത്തെ പലഹാരം എന്താവും ആലോചിച്ചിട്ട് ഞാൻ വീട്ടിൽ ആ ബസ് യാത്ര മൊത്തം ഞാൻ അതാവും ആലോചിച്ചിരിക്കുക. അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നിന്നിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ആ പലഹാരത്തിൻ്റെ മണം അടിച്ചിട്ട് അമ്മയുടെ അടുത്ത് പോകും. അതായത് യൂണിഫോം ഇട്ടിട്ട് തന്നെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയും, അമ്മ ഇന്ന സംഭവങ്ങൾ നടന്നത്. അപ്പോൾ ആ പലഹാരം അമ്മ ചൂടോടെ നമ്മളെ കയ്യിലെടുത്ത് വെച്ച് തരും. അത് നമ്മൾ തിന്നോണ്ടിരിക്കുമ്പോൾ പിന്നെ അമ്മയ്ക്ക് പറ്റിയും ഒന്നും ഉണ്ടാക്കിയില്ല, പറ്റിക്കണ സംഭവം എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മളത് തിന്നുകൊണ്ടിരിക്കണ സമയത്ത് അമ്മയോട് കാര്യങ്ങൾ പറയും, അമ്മയോട് ചോദിക്കുന്ന എന്തൊക്കെ ഉണ്ടായി, നമ്മളോട് സംഭവങ്ങൾ പറയും, പുതിയൊരു കൂട്ടുകാരനെ കിട്ടി, അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അമ്മക്ക് വേറെ ഒരു പണിയില്ല, അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് കേൾക്കും. പക്ഷെ അമ്മയുടെ എൻജോയ്മെന്റ് നമ്മൾ പറയണ കേൾക്കും, നമ്മൾ എന്തോരം വളർന്നു എന്നുള്ളതും. അതായത് ഇപ്പൊ നീ പറഞ്ഞല്ലോ വർക്ക് സ്ട്രെസ് കഴിഞ്ഞ് വന്ന് ഫോണിൽ തീർക്കാന്ന്, പക്ഷെ അത് അങ്ങനെയല്ല തീർക്കുക, ഇങ്ങനെയും തീർക്കാം. ഇപ്പൊ ഒരു സംബന്ധിച്ചോളം ഒരാള് ഇൻസ്റ്റാഗ്രാം നോക്കി എന്ന് പറഞ്ഞ ഒരു വർക്ക് സ്ട്രെസ് കുറയത്തില്ല. ഞാൻ ആ ഒരു ഓപ്ഷൻ പറയട്ടെ. അതായത് ഇപ്പൊ അവര് വർക്ക് സ്ട്രെസ് വരിക, അതിന് ആ സ്ട്രെസ് ഫോണിൽ തീർക്കുന്നതിന് വരെ നമ്മളും അത് കഴിഞ്ഞിട്ട് വരിക, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നത്, നമ്മളെ സ്ട്രെസ് ആ ശരീരത്തിന് അത്യാവശ്യം നല്ല ഒരു സുഖം കിട്ടുന്ന ഒരു സംഭവമാണ്. ആ സ്ട്രെസ് ഒന്ന് റിലീസ് ആവുക അവിടെ ഒരാളോട് നമ്മൾ പറയുന്നത്. അന്നേരം അവിടെ കരയാൻ തോന്നിയാൽ കരയുക, ആ ഒരു സംഭവം ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ കരണേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എത്ര ആൾക്കാർ അമ്മമാർ കരണ കണ്ടിട്ടുണ്ട്? അല്ല, അവരെ വീക്ക്നെസ് കാണിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. കാരണം അത് കാണിച്ചു കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് മനസ്സിലാവുക എല്ലാവരും ഇങ്ങനെയാണ്. കരയാന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കാര്യമാണ്.